നമ്മളെല്ലാവരും ഞെട്ടലുണ്ടാക്കിയ ഒരു അപകടമാണ്. അപകടത്തിൻ്റെ കാരണത്തെക്കുറിച്ച് ബന്ധപ്പെട്ട ഏജൻസികൾ അന്വേഷിച്ചാണ് അത് കണ്ടെത്തേണ്ടത്. സുരക്ഷാ വീഴ്ചയാണോ അല്ലെങ്കിൽ ചൂടിൻ്റെ കാഠിന്യമാണോ? ഒരുപാട് കാരണങ്ങൾ ഇപ്പോൾ പറയപ്പെടുന്നുണ്ട്. എന്തായാലും എന്താണ് കാരണം, അപകട കാരണമെന്ന് അന്വേഷിക്കണം. ഇനി ഇത്തരം കാര്യങ്ങൾ കൂടുതൽ സുരക്ഷാപരമായ നടപടികൾ മുൻകൂട്ടി സ്വീകരിക്കണം. വെടിക്കെട്ട് ഒഴിവാക്കണം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അതിനാവശ്യമായ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപകടമുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സുരക്ഷാ കാര്യങ്ങൾ ചെയ്യണം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അത് നന്നായി ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഈ സമീപ 1-2 വർഷങ്ങളിൽ അതിന് വീഴ്ച പറ്റിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് വളരെ ഗൗരവത്തോടു കൂടി കാണണം. മനുഷ്യജീവന് അപകടകരമായ രീതിയിലുള്ള ഒരു കാര്യവും നടക്കാൻ പാടില്ല യഥാർത്ഥത്തിൽ. പിന്നെ ഇപ്പോൾ മുഴുവൻ ആളുകളെ കുറച്ച് പേര് ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടാണ് വെന്റിലേറ്ററെല്ലാം കിടക്കുന്നവരുണ്ട്. അവർക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങളെല്ലാം എല്ലാ സൗകര്യങ്ങളും ഗവൺമെൻറ് സഹായിക്കണം. മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ സഹായം കൊടുക്കണം. വളരെ സാധാരണക്കാരായ മനുഷ്യരാണ് ഈ ജോലിക്ക് വരുന്നത്. അവർ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടാണ് ഈ ജോലിക്ക് വരുന്നത്, അപകടകരമായി ഈ ജോലിക്ക് വരുന്നത്. അപ്പോൾ അത്രയും പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്, വെറും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ആ കുടുംബത്തെ എല്ലാം താങ്ങി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തരമായ നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കുമെന്നാണ് ഞങ്ങളെല്ലാം കരുതുന്നത്. അത് സ്വീകരിക്കണം. ഇത്തരം കാര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാമോ എന്ന് ബന്ധപ്പെട്ട എല്ലാവരെയും വിളിച്ചു ചേർത്ത് ഒരു മെക്കാനിസം, ഒരു സംവിധാനം ഉണ്ടാക്കി സുരക്ഷാ പരിശോധനകൾ മുൻകൂട്ടി നടത്താനും കുറേ കൂടി കർശനമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന.